നമസ്കാരം. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും തുടരുകയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2024 സമാനമായോ അതിനേക്കാൾ കൂടുതലായോ 2025 സ്വർണ്ണവില കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന്റെ വില 90,000 വരെ ആകാനും സാധ്യതയുണ്ട്. പണയത്തിലെയും കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലിലെയും ചാഞ്ചാട്ടങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിക്ക് അയവ് വന്നാൽ രൂപയുടെ മൂല്യത്തകർച്ചയിൽ മഞ്ഞലോഹം ദുർബലമാകാനും സാധ്യത കാണാനുണ്ട്. സ്പോട്ട് മാർക്കറ്റിൽ സ്വർണ്ണവില നിലവിൽ 10 ഗ്രാമിന് 79,350 രൂപയിലും മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചർ ട്രേഡിൽ 10 ഗ്രാമിന് 76,600 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ 23% വളർച്ചയാണ് സ്വർണം ഈ വർഷം കൈവരിച്ചത്. ഈ വർഷം ഒക്ടോബർ 30-ന് 10 ഗ്രാമിന് 82,400 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലും സ്വർണം എത്തിയിരുന്നു. വെള്ളിയിലും മികച്ച പ്രകടനമാണ് 2024 കാഴ്ചവെച്ചത്. 30% നേട്ടത്തോടെ കിലോയ്ക്ക് 1 ലക്ഷം രൂപ എന്ന നിലവാരം മറികടക്കാൻ വെള്ളിക്ക് സാധിച്ചിരുന്നു. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ, പ്രധാന കേന്ദ്ര ബാങ്കുകളുടെ കുറഞ്ഞ പലിശ നിരക്കിലേക്കുള്ള അനിശ്ചിതത്വം എന്നിവ കാരണം 2025 സ്വർണവും വെള്ളിയും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. 2024 അപേക്ഷിച്ച് വളർച്ചയുടെ വേഗത മിതമായേക്കുമെങ്കിലും 2025 സ്വർണം പോസിറ്റീവായി തുടരുമെന്ന് LKP സെക്യൂരിറ്റീസ് VP റിസർച്ച് അനലിസ്റ്റ് കമ്മോഡിറ്റി ആൻഡ് കറൻസി ജതിൻ ത്രിവേദി പറയുന്നുണ്ട്. ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ ആഭ്യന്തര സ്വർണ്ണവില 85,000 രൂപയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മികച്ച സാഹചര്യം സ്വർണം 90,000 രൂപയും വെള്ളി മിതമായ നിരക്കിൽ 1.1 ലക്ഷം 1.25 ലക്ഷം രൂപയിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരക്ക് കുറയ്ക്കുന്നതിനുള്ള US ഫെഡറൽ റിസർവിന്റെ സമീപനം വിലവർദ്ധനവിന്റെ വേഗത കുറയ്ക്കുമെന്നും ത്രിവേദി ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർണ്ണ വെള്ളി വിപണികളെ പ്രക്ഷുബ്ധമാക്കുന്ന ഭൗമരാഷ്ട്രീയ അന്തരീക്ഷം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധികൾ സാധാരണഗതിയിൽ വിലയിൽ 2 മുതൽ 3% വർധനവിന് കാരണമായിട്ടുണ്ട്. അനിശ്ചിതത്വത്തിനെതിരായ ഒരു കവചമായി നിക്ഷേപകർ വിലയേറിയ ലോഹങ്ങളോട് അമിത താല്പര്യം കാണിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര വിപണിയിൽ ഈ വർഷം ജൂലൈയിൽ സ്വർണ്ണ ഇറക്കുമതി തീരുവ 6% കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം വിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും വിലയിടിവ് സ്വർണത്തിന്റെ ഭൗതിക ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024 സ്വർണ്ണാഭരണ ഉപയോഗം 17% വർദ്ധിച്ചുവെന്നാണ് മേത്ത ഇക്വിറ്റീസ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് രാഹുൽ കലാന്ത്രി പറയുന്നത്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ തങ്ങളുടെ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കാനുള്ള രാജ്യങ്ങളുടെ നീക്കം സ്വർണത്തിന്റെ ആഗോള ഡിമാൻഡ് ഗണ്യമായി വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരുകയാണ്. ഒക്ടോബറിൽ ഇന്ത്യ 27 ടൺ സ്വർണം കൂട്ടിച്ചേർത്തു. 2024 ജനുവരി മുതൽ ഒക്ടോബർ വരെ മൊത്തം 77 ടണ്ണാണ് ഇന്ത്യ ശേഖരിച്ചത്.